എല്ലാവർക്കും സ്മാർട്ട് ഫണ്ട്സിലേക്ക് സ്വാഗതം. (2025) അവസാനിക്കാറായി. പുതിയൊരു വർഷം ആരംഭിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ കയ്യിലുള്ള പണം സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിക്കാതെ എങ്ങനെ സിസ്റ്റമാറ്റിക്കായി നിക്ഷേപിക്കാം എന്നാണ് നമ്മളിന്ന് സ്മാർട്ട് ഫണ്ട്സിൽ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന ഒരു വാക്കാണ് STP എന്നത്. ഈ വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന SIP എന്ന വാക്കാണ്. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. സിപ്പ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. STP എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫറാണ്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റും ട്രാൻസ്ഫറും എന്ന വ്യത്യാസമുണ്ട്. ഇത് പർപ്പസിനനുസരിച്ചാണ് വ്യത്യാസം വരുന്നത്. രണ്ടും ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റുന്ന സംഗതിയല്ല. നമുക്കത് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ശമ്പളം കിട്ടുകയാണെങ്കിൽ ശമ്പളത്തിൽ നിന്ന് ഒരു ഫിക്സഡ് എമൗണ്ട് ഒരു നിശ്ചിത കാലയളവിൽ, അത് ആഴ്ചയിലാവാം മാസത്തിലാവാം, നമ്മൾ എന്ത് ചെയ്യുക, മ്യൂച്വൽ ഫണ്ടിലോ മറ്റോ നിക്ഷേപിക്കുന്ന ആ രീതിയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ അപ്പുറത്തേക്ക് വരുമ്പോൾ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാനിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ബോണസ് കിട്ടി, നമ്മളിൽ കുറച്ചധികം പണം കിട്ടിയെന്ന് കരുതുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലം വിറ്റിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് പണം കിട്ടിയെന്ന് വരിക, അല്ലെങ്കിൽ ഏതെങ്കിലും FD മെച്യൂർഡ് ആയിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് പണം കിട്ടിയെന്ന് വരിക. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് അധികം പണമുണ്ട്. ഉദാഹരണത്തിന് 2025 അവസാനിക്കാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 2-3 ലക്ഷം രൂപയുണ്ട്. ഇത് എവിടെ നിക്ഷേപിക്കണമെന്ന് ആലോചിക്കുന്നവർക്ക് പറ്റിയ ഒരു ഓപ്ഷനാണ് ഈ STP എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലംസം ഒന്നിച്ചൊരു തുക നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ഓപ്ഷനാണ്. മറ്റത് ശമ്പളം കിട്ടുന്നവർക്ക് ചെറിയ തുക. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു പർപ്പസാണ് ഡിഫറൻ്റ് ഉള്ളത്. ഉദാഹരണത്തിന് നമ്മൾ ഓഫീസിലേക്ക് വരുന്ന എല്ലാ ദിവസവും, അപ്പോൾ നമ്മൾ ട്രാഫിക് കൂടിയൊരു ദിവസമാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ബൈക്കിന് വരാൻ തീരുമാനിക്കും, അല്ലേ? അപ്പം നമുക്ക് ഓഫീസിലെത്തണം, പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ട്രാഫിക് കൂടിയതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബൈക്ക് എടുത്തോട്ട് വരുന്നു. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഫാമിലിയുടെ കൂടെ ഒരു സ്ഥലത്ത് പോകണം, ലഗേജൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, അപ്പോൾ നമുക്ക് കാർ എടുത്ത് പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ യാത്ര രണ്ടും യാത്രയാണ്. അല്ലെങ്കിൽ നമ്മൾ ആ യാത്ര പോകുമ്പോൾ നമ്മൾ ആ പർപ്പസിനനുസരിച്ച്, അല്ലെങ്കിൽ അതിന് സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ അതിനെന്ത് ചെയ്യും, രൂപവും ഭാവവും ഒക്കെ മാറ്റും. അതുപോലെ രണ്ടും നിക്ഷേപമാണ്. സിപ്പും നിക്ഷേപമാണ്, STP നിക്ഷേപമാണ്. പക്ഷെ ഒന്ന് നമ്മുടെ അക്കൗണ്ടിൽ നിന്നാണ് പണം പോകുന്നത്, മറ്റൊന്ന് ഡീറ്റെയിൽസിലേക്ക് വരാം, എന്നാലും ഒരു ഫണ്ടിൽ നിന്ന് മറ്റൊരു ഫണ്ടിലേക്കാണ് പണം പോകുന്നത്. അതെങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 2 ലക്ഷം 1 ലക്ഷം രൂപ ഉണ്ടെന്ന് കരുതുക. ഈ 1 ലക്ഷം രൂപ നമ്മൾ ബാങ്കിൽ പോയിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് ഇട്ട് ഒരു 10 കൊല്ലത്തിന് ഇട്ടെന്ന് കരുതുക. 10 കൊല്ലത്തിന് ഇട്ട് കഴിഞ്ഞാൽ 10ാമത്തെ കൊല്ലം എത്തുമ്പോഴേക്കും നമ്മുടെ ടാക്സിൻ്റെ ബാധ്യതയും ഇൻഫ്ലേഷനും കൂടി കണക്കാക്കുമ്പോൾ പണം മൈനസ് ആയിട്ടുണ്ട്. ഏകദേശം 92,000 രൂപയുടെ മൂല്യം കാണുള്ള സമയത്ത് നമുക്ക് പൈസ കിട്ടും. പൈസ ചിലപ്പോൾ ഒരു പക്ഷേ ടാക്സ് എല്ലാം കഴിച്ച് 1,60,000 മറ്റോ കിട്ടുകയാണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് ഒരു 92,000 കാണുള്ളൂ. അപ്പം 10 വർഷം നമ്മൾ പൈസ ഇട്ടിട്ട സമയത്ത് 1,70,000 സംതിങ് അല്ലെങ്കിൽ 90 കിട്ടിക്കഴിഞ്ഞാലും എല്ലാ ടാക്സും എല്ലാ ബാധ്യതയും കഴിഞ്ഞ് നമ്മളതിൽ കിട്ടുന്ന പണം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഫലത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല, അതിന് മൂല്യം കുറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നാൽ നമ്മൾ ഈ പറയുന്ന STP രൂപത്തിലിടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി നേട്ടം കിട്ടും, മെച്ചം കിട്ടും. ആ ഒരു കാര്യമാണ് STP എന്നതുകൊണ്ട്, അല്ലെങ്കിൽ ആ നിക്ഷേപ മാർഗമാണ് STPയിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്റെ കയ്യിൽ ഇപ്പോൾ 1 ലക്ഷം രൂപയുണ്ടെന്നിരിക്കട്ടെ. അപ്പൊ ഞാൻ ഇക്വിറ്റി ഫണ്ടിൽ നിക്ഷേപിക്കുന്നതും STP വഴി ട്രാൻസ്ഫർ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആദ്യം നമുക്ക് STP എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ STP വർക്ക് ചെയ്യുന്നത്, നമ്മുടെ പണം നേരിട്ട് നമ്മൾ പോയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഒറ്റ ഷോട്ടാണ്. അതിന് പകരം STP മാർഗം എന്ന് പറയുന്നത്, നമ്മൾ ഈ പണം ആദ്യം ഏതെങ്കിലും ഒരു ലിക്വിഡ് ഫണ്ടിലിടും, അല്ലെങ്കിൽ ഏതെങ്കിലും ആർബിട്രേജ് ഫണ്ടിലിടും. എന്നിട്ട് അവിടെ നിന്നും നമ്മൾ ഒരു 12 മാസങ്ങളിലേക്കായിട്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകാനുള്ള ഒരു ഡയറക്ഷൻ കൊടുക്കും. അപ്പോൾ ആദ്യം ഒരു ഉദാഹരണത്തിന് ആർബിട്രേജ് ഫണ്ടിലാണ് ഇടുന്നതെങ്കിൽ നമ്മുടെ 1 ലക്ഷം രൂപയാണുള്ളത് വെച്ചാൽ, ഈ 1 ലക്ഷം രൂപയ്ക്ക് ആർബിട്രേജ് ഫണ്ടിൻ്റെ ഒരു 7% വരെയുള്ള ബെനിഫിറ്റ് ഒരു ഭാഗത്ത് കിട്ടും. പിന്നെ അവിടെ നിന്ന് അത് ഒരു നിശ്ചിത ഇടവേളകളിൽ, എന്ന് വെച്ചാൽ മാസത്തിലാണെങ്കിൽ നമ്മൾ ഒരു 1 ലക്ഷമാണെങ്കിൽ ഒരു 8,000 സംതിങ് നമ്മൾ കൃത്യമായിട്ട് ഒരു മ്യൂച്വൽ ഫണ്ടിലേക്കോ അല്ലെങ്കിൽ ഇക്വിറ്റി ഫണ്ടിലേക്ക് നമ്മൾ വിടുന്നു. ഇങ്ങനെ വിടുന്നതും ഒറ്റ തവണ വിടുന്നതും നമ്മളെ വ്യത്യാസം, ഒറ്റ തവണ വിട്ട് കഴിഞ്ഞാൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പം 2026 മാർക്കറ്റ് എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ പലപ്പോഴും പറയുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ, ഇന്ത്യയിലെ ഓഹരികളുടെ വില കുറച്ച് ബബിളാണ്, എപ്പോൾ വേണമെങ്കിലും പൊട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കുറച്ചധികം ഉള്ളത് കൊണ്ട് മാർക്കറ്റിൽ ഒരു കറക്ഷൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. ക്രിസ്റ്റീന പോയിട്ട് 1 ലക്ഷം രൂപ ഓഹരിയിൽ ഇടുന്നു, ഒന്നിച്ച് മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടാൽ
അടുത്ത മാസം അത് 10% ഡൗൺ ആയി കഴിഞ്ഞാൽ ക്രിസ്റ്റീന പാനിക്കാവും ഇല്ലേ? അത് കൂടാതെ ക്രിസ്റ്റീന ഒരു തവണ 1 ലക്ഷം നിക്ഷേപിക്കുമ്പോൾ ആ സമയത്തുള്ള വിലയ്ക്കുള്ള യൂണിറ്റ് മാത്രമേ ക്രിസ്റ്റീനയ്ക്ക് കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ സിപ്പിൽ ഇടാൻ വേണ്ടി പറയുമ്പോൾ സിപ്പിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറയുന്നത് എന്താണ്? വ്യത്യസ്ത വിലകളിൽ നമുക്ക് വാങ്ങാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് ഒരു ഇത് 10 രൂപയ്ക്ക് വാങ്ങാൻ പറ്റും, ചിലപ്പോൾ 9 രൂപയ്ക്ക് വാങ്ങാൻ പറ്റും, ചിലപ്പോൾ 11 രൂപയ്ക്ക് വാങ്ങേണ്ടി വരും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്താണ് ഒരു റുപ്പി കോസ്റ്റ് ആവറേജ് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് കിട്ടും. വൺ ടൈം ഇൻവെസ്റ്റിനേക്കാളും ബെനിഫിറ്റ് എന്ത് കിട്ടും? ഇങ്ങനെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇടുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ 1 ലക്ഷം നമ്മൾ ആദ്യം ഒരു മ്യൂച്വൽ ഫണ്ടിൽ ആർബിട്രേജ് ഫണ്ടിൽ പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഒരു സിപ്പ് പോലെ തന്നെ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് അപ്പുറത്തേക്ക് റിലീസ് ചെയ്യുമ്പോൾ ഈ ആർബിട്രേജ് ഫണ്ടിന്റെ ഒരു ബെനിഫിറ്റും നമുക്ക് കിട്ടും. അതോടൊപ്പം അപ്പുറത്തുള്ള ഇക്വിറ്റി ഫണ്ടിലേക്ക് പോകുമ്പോൾ ഇക്വിറ്റിയുടെ ഒരു സിപ്പും പോലെയുള്ള ഒരു ഗ്രോത്തും നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ വാല്യൂ റിസർച്ച് പോലുള്ള സ്ഥാപനങ്ങൾ നൽകുന്ന ഒരു പഠനം അനുസരിച്ച് നമ്മുടെ ലംസമായിട്ട് ഇടുന്നതിനേക്കാളും ഒരു 15-16% ബെനിഫിറ്റ് അധികം കിട്ടാൻ നമ്മുടെ ഈ മാർഗം എന്ന് പറഞ്ഞാൽ ഏത് മാർഗം? സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാനിലൂടെ സാധിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഒന്നിച്ചിടുന്നതിനേക്കാൾ നല്ലത് ഈ STP ആണെന്ന് പറയുന്നത്. ഇപ്പം പറഞ്ഞപ്പോൾ ലിക്വിഡ് ഫണ്ട്, ആർബിട്രേജ് ഫണ്ട്, ഇങ്ങനെ കുറച്ച് വാക്കുകളൊക്കെ ഉപയോഗിച്ചല്ലോ. എന്താണിത്? സാധാരണക്കാർക്ക് ഇതുകൊണ്ടുള്ള നേട്ടം എന്താണ്? ഇത് വാസ്തവത്തിൽ നമ്മൾ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് അക്കൗണ്ടിലേക്ക് വിടുന്നതിന് പകരം സേവിങ്സ് അക്കൗണ്ടിൽ നേരത്തെ നമ്മൾ പറഞ്ഞു സേവിങ്സ് അക്കൗണ്ടിൽ പൈസ വെച്ചിട്ട് ഒരു കാര്യമില്ല. വളരെ കുറഞ്ഞ പലിശയെ കിട്ടുള്ളൂ. സേവിങ്സ് അക്കൗണ്ടിൽ പോയാൽ 3%, 4% കിട്ടിയാലായി. ഇനി നമ്മൾ ഫിക്സഡ് ഇട്ടാലും മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 7% കിട്ടിയാലായി. പണപ്പെരുമ നിരക്ക് 5.5% വലിയ കാര്യമൊന്നുമില്ല. അപ്പം നമ്മൾ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിന് പകരമായിട്ടാണ് ഈ STPയിൽ നമ്മൾ ലിക്വിഡ് ഫണ്ടിനെ അല്ലെങ്കിൽ ആർബിട്രേജ് ഫണ്ടിനെ ഉപയോഗിക്കുന്നത്. ലിക്വിഡ് ഫണ്ട് എന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് സെക്യൂരിറ്റികളിലും മറ്റും നിക്ഷേപിക്കുന്നതാണ്. താരതമ്യേന സുരക്ഷിതമാണ്. എല്ലാ നിക്ഷേപത്തിനും റിസ്ക് ഉണ്ടെങ്കിൽ പോലും താരതമ്യേന സുരക്ഷിതമാണ് ലിക്വിഡ് ഫണ്ടുകൾ. പക്ഷെ ലിക്വിഡ് ഫണ്ടിന്റെ ടാക്സ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടാക്സ് സ്ലാബിനനുസരിച്ചായതുകൊണ്ട് അതിനേക്കാളും കുറച്ചുകൂടി പ്രിഫറൻസ് ഏതിന് കൊടുക്കുന്നതാണ് നല്ലത്? ആർബിട്രേജ് ഫണ്ടിന് കൊടുക്കുന്നതാണ് നല്ലത്. ആർബിട്രേജ് ഫണ്ട് എന്ന് പറയുന്നത് വില വ്യത്യാസം മുതലാക്കിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫണ്ടിങ് രീതിയാണ് ആർബിട്രേജ് ഫണ്ട് എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു സാധനത്തിന് 110 രൂപ വിലയുണ്ട്, കോഴിക്കോട് ഒരു സാധനത്തിന് 100 രൂപ വിലയുള്ളൂ. ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ കോഴിക്കോട് നിന്ന് 100 രൂപയ്ക്ക് വാങ്ങി തിരുവനന്തപുരത്ത് 110 രൂപയ്ക്ക് കൊണ്ടുപോയി കൊടുത്ത് 10 രൂപ ലാഭം എടുക്കും. അപ്പോൾ താരതമ്യേന വില കുറഞ്ഞാലും കൂടിയാലും ഈ ഫണ്ട് എന്ന് വലിയ പ്രശ്നം വരുന്നില്ല. കുറഞ്ഞാലും പ്രശ്നമില്ല, കൂടിയാലും പ്രശ്നമില്ല. കുറഞ്ഞ സ്ഥലത്ത് വാങ്ങിയിട്ട് കൂടിയ സ്ഥലത്ത് കൊണ്ടുപോയി വിൽക്കും. കൂടിയ സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യില്ല, അവിടെ വാങ്ങുന്നില്ല, കുറഞ്ഞ സ്ഥലത്ത് പോയിട്ട് വാങ്ങും. അപ്പം കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി കൂടിയ വിലയ്ക്ക് വിൽക്കുക എന്നുള്ള ബിസിനസിന്റെ ബേസിക് പ്രിൻസിപ്പിൾ നടപ്പാക്കിയിട്ട് ലാഭം ഉണ്ടാക്കുന്ന ഒരു ഫണ്ടാണ് ആർബിട്രേജ് ഫണ്ട്. അപ്പോൾ ഇത്തരം ആർബിട്രേജ് ഫണ്ടിൽ എന്ത് ചെയ്യും? പണം നമ്മൾ പാർക്ക് ചെയ്യുന്നത്. ഈ പാർക്ക് ചെയ്ത പണത്തിനെ നമ്മൾ ക്രമാനുഗതമായിട്ട് ഓരോ മാസമായിട്ട് അപ്പുറത്തേക്ക് വിടുന്നു. അപ്പം നമുക്ക് ആർബിട്രേജ് ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ബെനിഫിറ്റും കിട്ടും. സിസ്റ്റമാറ്റിക് ഫണ്ട് അല്ലെങ്കിൽ സിപ്പ് പോകുന്ന പോലെ പണം പോകുന്നത് കൊണ്ട് കൂടുതൽ യൂണിറ്റുകൾ വാങ്ങാനുള്ള ഓപ്ഷനും നമുക്ക് കിട്ടും. അപ്പം നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ പെട്ടെന്ന് ഒരു ഡൗൺ ട്രെൻഡ് വന്നാൽ വാസ്തവത്തിൽ ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് മെച്ചം കൂടുതലാണ്. കാരണം വില കുറയുമ്പോൾ കൂടുതൽ യൂണിറ്റുകൾ നമുക്ക് കിട്ടും. അപ്പം കൂടുതൽ യൂണിറ്റുകൾ കിട്ടുമ്പോൾ അവസാനം ആവറേജ് നോക്കുമ്പോൾ നമ്മൾ ഒറ്റ അടിക്ക് നിക്ഷേപിച്ചതിനേക്കാൾ അധികം യൂണിറ്റ് നമ്മളെ കയ്യിലുണ്ടായിരിക്കും. ഈ യൂണിറ്റ് ആണല്ലോ വിലയായിട്ട് മാറുന്നത്. അപ്പോൾ STP വെക്കുമ്പോൾ നമുക്ക് 2 ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഒന്ന്, ബാങ്കിൽ വെറുതെ ഇടുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ആർബിട്രേഷൻ ഫണ്ടിൽ ഇടുന്നു. ഈ ആർബിട്രേഷൻ ഫണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? സിപ്പ് പോലെ ഒരു നിശ്ചിത സമയത്ത് നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് മാറ്റുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ഫണ്ടിന് കുറച്ചുകൂടി ഗ്രോത്ത് കിട്ടുന്നു എന്നതാണ് അഡ്വാൻറ്റേജ് ഉള്ളത്. ഇപ്പോൾ ഒരു പുതിയ വർഷം വരാൻ പോവാണല്ലോ, ഈ സമയത്ത് നിക്ഷേപം നടത്താനൊക്കെ ആഗ്രഹിക്കുന്നവരോട് സാർ എന്താണ് പറയുക? അതുപോലെ തന്നെ ഈ സമയം നിക്ഷേപം നടത്താൻ പറ്റിയൊരു സമയം കൂടിയാണോ? നല്ല സംഭവം എന്താ വെച്ചാൽ ഒരിക്കലും നമ്മളിപ്പം കല്യാണത്തിനൊക്കെ മുഹൂർത്തം നോക്കും. പക്ഷെ നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും മുഹൂർത്തം നോക്കരുത്. ദ ബെസ്റ്റ് ടൈം ടു പ്ലാന്റ് എ ട്രീ വാസ് 20 years ago. സെക്കൻഡ് ബെസ്റ്റ് ടൈം നൗ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് എത്ര വേഗത്തിൽ നിക്ഷേപം തുടങ്ങാൻ പറ്റുമോ അത്രയും വേഗത്തിൽ നിക്ഷേപം തുടങ്ങുന്നതാണ് നല്ലത് എന്നാണ് സാമ്പത്തിക വിദഗ്ധരെല്ലാം പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പണം വെറുതെ വെക്കരുത്. അത് ഇപ്പോൾ 1 ലക്ഷം രൂപയുള്ളവൻ എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെയുള്ള നിക്ഷേപ മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റും. ഇനി 500 രൂപ മാത്രമേ മാസം നീക്കി വെക്കാൻ പറ്റുള്ളൂ എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 500 രൂപ മാസം ഒരു സിപ്പ് രൂപ നിക്ഷേപിച്ച് പോകാം. നമ്മൾ STPയെ കുറിച്ചാണ് പറയുന്നതെങ്കിലും സിപ്പ് പോലെ നിക്ഷേപിച്ച് പോകാൻ പറ്റും. എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിലും നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കും. വലിയ എമൗണ്ടുകൾ ഒന്നിച്ച് നിക്ഷേപിക്കുമ്പോൾ നമുക്ക് മാർക്കറ്റിലൊരു
ഒരു പ്രഡിക്ഷൻ നമുക്ക് നടത്താൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് നമുക്ക് തൽക്കാലം ഇങ്ങനെയുള്ള ഓപ്ഷൻ STP പോലുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെറ്റ് ബാക്കിനെ ഒരു പരിധിവരെ ബാലൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ശരിക്കും നമ്മൾ നിക്ഷേപം നടത്തിയാൽ നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ പണം വർക്ക് ചെയ്യണം, ജോലി ചെയ്യണം നമുക്ക് വേണ്ടി എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് STPയിലെ ഓപ്ഷൻസ് നല്ലൊരു ഓപ്ഷനാണ്. വരാൻ പോകുന്ന കാലത്ത് അല്ലെങ്കിൽ അപ്കമിങ് 2026 നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു നല്ല മെത്തേഡാണ് STP. പലപ്പോഴും പലരുടെ കയ്യിലും ഇപ്പോൾ സ്ഥലം വിറ്റിട്ടാണെങ്കിലും ബോണസ് കിട്ടിയിട്ടാണെങ്കിലും കുറച്ച് പണം അധികം വന്നു കഴിഞ്ഞാൽ അത് ഒറ്റ തവണയായിട്ട് എവിടെയെങ്കിലും പോയി ഇടുന്നതിന് പകരം നമ്മൾ ഈ ഒരു മാർഗ്ഗം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സ്പേസ് കിട്ടും, കുറച്ചും കൂടി ഗ്രോത്ത് കിട്ടും, കുറച്ചും കൂടി സെക്യൂർഡാണ്. എല്ലാ നിക്ഷേപത്തിനും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. നമ്മളൊരിക്കലും എന്താണ് പറയുക സെബി രജിസ്റ്റേർഡായ എന്താണ് പറയുക ഉപദേശകരൊന്നുമല്ല. അതുകൊണ്ട് നിക്ഷേപിക്കുന്നതിന് മുമ്പ് ആരോട് ചോദിക്കണം? സാമ്പത്തിക വിദഗ്ധരോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വേണം നിക്ഷേപം നടത്താൻ. SIP എന്ന് പറയുന്നത് എല്ലാ മാസവും സാലറിയിൽ നിന്നൊരു തുക നിക്ഷേപിക്കുന്നതാണെങ്കിൽ STP എന്ന് പറയുന്നത് വലിയൊരു തുക സുരക്ഷിതമായി ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയാണ്. ആദ്യം ലിക്വിഡ് ഫണ്ടായോ ആർബിട്രേജ് ഫണ്ടായോ തുടങ്ങി പിന്നീട് STPയിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് റിസ്ക് കുറയുകയും ചെയ്യും, പണം നഷ്ടമാകുമോ എന്നുള്ള പേടി നമുക്ക് ആവശ്യമില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.